FBI അക്കാദമിയിലെ പരിശീലന വിദ്യാർത്ഥിയാണ് ക്ലാരിസ് സ്റ്റാർലിംഗ്. ജീവിതത്തിൽ വലിയ ലക്ഷ്യങ്ങളുള്ള യുവതിയാണ്. എന്നാൽ അവളുടെ ജീവിതം മാറി മറിയുന്നത് ജാക്ക് എന്ന ബിഹേവിയറൽ സയൻസ് യൂണിറ്റിലെ തലവൻ അവളുടെ അടുത്ത് വരുമ്പോഴാണ്. ഒരു മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ തടവിലായിരിക്കുന്ന അതിമാനസിക പ്രതിഭയുള്ള പക്ഷി ഭീകരനായ മനുഷ്യനാണ് ഡോക്ടർ ഹനിബൽ ലെക്ടർ. മാനസിക വൈദ്യനും മനുഷ്യഭക്ഷകനുമാണ് അദ്ദേഹം. സൈക്കോളജിക്കൽ സർവേ എന്ന മറവിൽ ക്ലാരിസ് എത്തുന്നത് ബഫല്ലോ ബിൽ എന്ന സീരിയൽ കില്ലറിനെ കുറിച്ചുള്ള വിവരങ്ങൾ നേടാനാണ്. മിക്സ് എന്ന തടവുകാരൻ ക്ലാരിസിനെ ഭീകരമായി ഒരു ആക്രമണം നടത്തുമ്പോൾ അതിനോടുള്ള ലെക്ടറിന്റെ പ്രതികരണമാണ് ഓരോരുത്തർക്കും അവനെ തിരിച്ചറിയാൻ സഹായിക്കുന്നത്. ക്രൂരമായും സങ്കീർണമായും മനസ്സുള്ള ഒരാൾ, പക്ഷേ അദ്ദേഹത്തിന്റെ എത്തിക്സ് നമുക്ക് കാണാൻ സാധിക്കുന്നു. ബഫല്ലോ ബിൽ ഒരു സാധാരണ കുറ്റവാളിയാണ്. സ്ത്രീകളെ കൊന്ന് അവരുടെ ചർമ്മമെടുത്ത് സ്വന്തമായി സ്കിൻ സൂട്ട് ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അതിനുള്ള കാരണം അദ്ദേഹത്തിന്റെ തലച്ചോറിൽ സംഭവിച്ച ഒരു ഭീകരമായ കോംപ്ലക്സ് ആണ്. ഹനിബൽ ലെക്ടർ ഈ ഘടകങ്ങളെ മനസ്സിലാക്കാനും വിവേചിക്കാനും ക്ലാരിസിനെ സഹായിക്കുന്നു. എന്നാൽ അതിനു പകരം അവളുടെ അതിതീവ്രമായ ബാല്യകാല അനുഭവങ്ങൾ കൂടി അദ്ദേഹം പുറത്തെടുക്കുന്നു. സിനിമാ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ത്രില്ലർ ചിത്രമാണ് 1991 ഇറങ്ങിയ ദ സൈലൻസ് ഓഫ് ലാംസ്. ജോഡി ഫോസ്റ്റർ ക്ലാരിസ് എന്ന കഥാപാത്രത്തിനായി മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു. പക്ഷേ ഈ സിനിമയുടെ ഹൃദയവും ഭീതിയുമാണ് ആന്റണി ഹോപ്കിൻസ് അവതരിപ്പിച്ച ഹനിബൽ ലെക്ടർ. ചെറിയ സ്ക്രീൻ ടൈം ആണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രകടനം ഒട്ടുമിക്ക സിനിമാ പ്രേമികൾക്കും ഒരിക്കലും മറക്കാനാകാത്ത അനുഭവമായിരിക്കും തരുന്നത്. ദ സൈലൻസ് ഓഫ് ദ ലാം 1991 അക്കാദമിക് അവാർഡിൽ 5 പ്രധാന ഓസ്കാറുകൾ നേടിയ അപൂർവ ചിത്രങ്ങളിൽ ഒന്നാണ്. ബെസ്റ്റ് പിക്ചർ, ബെസ്റ്റ് ഡയറക്ടർ, ബെസ്റ്റ് ആക്ടർ, ബെസ്റ്റ് ആക്ട്രസ്, ബെസ്റ്റ് അഡോപ്റ്റഡ് സ്ക്രീൻ പ്ലേ. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം സിനിമ എന്തോരം ക്വാളിറ്റിയോടെയാണ് എടുത്തിരിക്കുന്നത്. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, സൈക്കോളജിക്കൽ ടെൻഷൻ, ഇമോഷണൽ ട്രോമ എല്ലാം ഒരുമിച്ച് ചേരുന്ന ഉജ്ജ്വല ഉദാഹരണമാണ്. ഇതൊരു ക്രൈം ത്രില്ലർ മാത്രമല്ല, മനസ്സിൻ്റെ ആഴത്തിലേക്ക് പോകുന്ന മനോഹരവും ഭീതിയുമുള്ള ഒരു യാത്ര കൂടിയാണ്.